घर से निकलते ही कुछ दूर चलते ही रस्ते में है. ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് പാട്ടുകാർ ഉദിത് നാരായണൻ കുമാരസ്വാമി. രണ്ടുപേരും എനിക്ക് അത്രയും ഇതാണ്. ഏതൊർക്കത്തിൽ ചോദിച്ചാലും ഞാൻ പുള്ളിയുടെ പാട്ടുകൾ പാടും. അത്രയും പുള്ളിയുടെയും ഉദിത് നാരായണൻ്റെ പാട്ടുകൾ അത്രയും ഇഷ്ടമുള്ള ഒരു ഇതാണ് ഞാൻ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, പുള്ളിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ കൂടെ നിന്ന് സ്റ്റേജിൽ പാടാൻ പറ്റി. പിന്നെ നമ്മൾ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. നമ്മളൊരു മലയാളി എനിക്ക് തോന്നുന്നു ഇതുവരെ പുള്ളിയുടെ ബാൻഡിൽ പാടിയിട്ടുണ്ടാവില്ല. പുള്ളിയുടെ കൂടെ പാടുന്നത് കംപ്ലീറ്റ് അവിടുത്തെ ആളുകളാണ്. താൽ സെ താൽ മിലാ, ഓ അന്ന് പാടിയ പാട്ടുകൾ ഇന്നും പാടും. പക്ഷെ ഒരു ബോറടി ആർക്കും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം. അപ്പൊ ആ ചാണകത്തിന്റെ തീ വെച്ചിട്ട് ആ നാട്ടിലെ ആൾക്കാരെല്ലാം വന്നിരുന്ന് കാണുന്നതൊക്കെ ഇപ്പൊ അഫ്സലിന്റെ ഒറ്റ പാട്ടിലൂടെ എനിക്ക് മെമ്മറി മുഴുവൻ വരുന്നത്. ജറാ തസ്വീർ സേ തൂ നിക്കൽ കെ സാമനെ ആ മേരി മെഹബൂബ. പുള്ളിയെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പുള്ളിയുടെ തലയിൽ ഉമ്മ വെച്ചു. അയ്യോ എനിക്ക് ഭയങ്കര ഫീലായെന്ന് വെച്ചാൽ എന്തോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം ഫാൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും കിട്ടൂല. എനിക്ക് പുള്ളിനെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണലായി. പൊട്ടിക്കരഞ്ഞാട് പൊട്ടിക്കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തേങ്ങിക്കറിയില്ല നമ്മള് ഭയങ്കര അടിച്ച്, അതുപോലെ എനിക്ക് ഭയങ്കര ഫീലായി. ഹർ ഘടി ബദൽ രഹി ഹൈ രൂപ് ജിന്ദഗി. പാട്ടുകളോട് മാത്രം ഹിറ്റായിട്ടുള്ള മൂവിയാണ്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാസറ്റുകൾ വിറ്റുപോയ മൂവിയാണ് ആഷിഖ്. मैं दुनिया भुला दूंगा तेरी चाहत में. വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു എനിക്ക്. ബോളിവുഡ് ഡയറക്ടർ ആള് വിളിച്ചു തന്നെ. कैसी सरहदे कैसी मजबूरियां मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് അഫ്സലാണ്. അഫ്സലെ നമസ്കാരം. നമസ്കാരം. ഈ 90കളിലെ പാട്ടുകൾ പാടിയിട്ട് ഇത്രയധികം ആരാധകരെ സൃഷ്ടിച്ച്, എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാരാണ് ഏറ്റവും കൂടുതൽ താങ്കളെ ഫോളോ ചെയ്യുന്നത്. അതായത് ഹിന്ദിക്കാർ ഫോളോ ചെയ്തിട്ട് അവർ വിചാരിച്ചത് മലയാളിയല്ല, അവരുടെ ഒരാളാണെന്നും പറഞ്ഞ് ഫോളോ ചെയ്തു. പിന്നീട് മലയാളികൾക്ക് അറിയാൻ കുറച്ച് താമസം വേണ്ടി വന്നു അല്ലേ? ഹിന്ദിക്കാർ കാരണം ഓൾറെഡി എനിക്ക് യൂട്യൂബിലൊരു ചാനൽ ഉള്ളതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഹിന്ദി ഓഡിയൻസ് ആയിരുന്നു. മലയാളികളുണ്ട്. അല്ല, ലുക്കും അങ്ങനെയാ. അതെ, എൻ്റെ അടുത്ത് മിക്കവാറും ആളുകൾ ഒരു നോർത്ത് ഇന്ത്യൻ ആളാണെന്ന് വിചാരിച്ച, മലയാളിയാണെന്നുള്ളത് അറിയില്ല പല ആളുകൾ. പിന്നെ നമ്മളുടെ ഹെയർ സ്റ്റൈലും അതെ ഒരു മലയാളികളൊക്കെ വിചാരിച്ചേക്കുന്നത് ഞാൻ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്നുള്ള നമ്മളുടെ മുടിയുടെ സ്റ്റൈലും ഒരു അങ്ങനെ പറയാറുണ്ട് എപ്പോഴും. പിന്നെ നമ്മുടെ ഇതിൽ ഫ്ലവേഴ്സ് ടിവിയിൽ കോമഡി ഉത്സവത്തിൽ വന്നപ്പോഴാണ് പല ആളുകളും ഞാൻ മലയാളിയാണെന്നുള്ളത് അറിയുന്നത്. മാത്രമല്ല കൊച്ചിക്കാരനാണെന്നുള്ളത്. ആലുവയാണ് ശരിക്കും. കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരൻ അഫ്സൽക്ക് ഓൾറെഡി ഉണ്ട്. കൊച്ചിയാണ് പ്രോപ്പർ. എൻ്റെ ആലുവ സ്ഥലം ശരിക്കും ആലുവ. ഞങ്ങൾ ഈ പറഞ്ഞ ഇത്രയും ആളുകൾ കേൾക്കുന്ന ഒരു കിഡിലൻ, നമ്മളൊക്കെ 90കളുടെ വസന്തമാണ്. അപ്പോൾ ഒരു പാട്ട് പാടിത്തരാം. माना अनजान है तू मेरे वास्ते, माना अनजान हूँ मैं तेरे वास्ते, माना अनजान है तू मेरे वास्ते, माना अनजान हूँ मैं तेरे वास्ते, मैं तुझको जान लूं तू मुझको जान ले, आ दिल के पास आ इस दिल के रास्ते, जो तेरा हाल है वो मेरा हाल है, इस हाल से हाल मिलाओ, ताल से ताल मिला, ओ ताल से ताल मिला, ताल से ताल मिला, ओ ताल से ताल मिला. ഞാൻ ഇതൊക്കെ കേട്ടപ്പോഴേ ഇപ്പൊ എനിക്ക് തോന്നുന്നു അഫ്സല് ഈ പാട്ട് പഠിക്കുന്ന കാലത്ത്, അതായത് നമ്മളിത് കേൾക്കണത് ദൂരദർശനായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടില്.
ചെറുതില് 90കളിലൊക്കെ പറയുമ്പോൾ എന്റെയൊക്കെ വീട്ടിൽ TV വരുന്ന സമയത്ത് ദൂരദർശനിൽ എല്ലാ വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെ 8:30 ഒക്കെ ആകുമ്പോ ചിത്രഹാരം അങ്ങനെയുള്ള ആറുണ്ട്. പിന്നെ നൈറ്റില് ഹിന്ദി സിനിമയുണ്ട്. എനിക്ക് ഈ ലുക്ക് കാണുമ്പോൾ മിഥുൻ ചക്രവർത്തിനെയൊക്കെ ഓർമ്മ പാട്ടൊക്കെ പാടുമ്പോ മനസ്സിലായോ, മിഥുൻ ചക്രവർത്തിയാണ് എന്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ മുടിയൊക്കെ ഇട്ടിട്ട് പാടിയത്. കുറെ ആളുകൾ പറഞ്ഞു വരും നമ്മുടെ മുടിയുടെ സ്റ്റൈൽ കണ്ടിട്ട് അങ്ങനെ ഷാറുഖ് ഖാൻ ഫിഗർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെയൊക്കെ ചെയ്യും, കണ്ണടയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ ഫിഗർ ചെയ്യാറില്ല. പിന്നെ ഓൾറെഡി നമ്മുടെ ഹെയർ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. പിന്നെ ഞാനാണെങ്കിൽ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഷാറുഖ് ഖാൻ്റെ ഇത് കാണിച്ചിട്ടാണ്. കാരണം ഒരു നമുക്ക് ഭയങ്കര ഇഷ്ടമാവും, ആളോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഷാറുഖ്. അത് തന്നെ നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ഷാറുഖ് ഖാൻ, കാജോൾ, പ്രീതിസിന്റ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഈ പാട്ടിലേക്ക് എന്നാ എത്തിപ്പെട്ടത് ശരിക്കും? ജനിച്ചു വളർന്നു വന്ന സമയത്ത് നമ്മൾ കേട്ട ഒരു 90s പാട്ടുകളാണ് കൂടുതൽ കേട്ട് വളർന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലോട്ടുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇതിലോട്ട് ഈ 90s പാട്ടുകൾ പാടാനായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുന്നത് ശരിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ഈ ദൂരദർശനിലൊക്കെ കേൾക്കുന്ന പാട്ടുകൾ, ആ സമയത്തൊക്കെ കേൾക്കുന്ന പാട്ടുകളിൽ ഏറ്റവും ഫേവറേറ്റുള്ള സോങ്ങാണ് നമ്മളുടെ ഘർ സേ നികൽത്തെ ഹി കുച്ച് ദൂർ ചലത്തെ ഹി रस्ते में है उसका घर कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर घर से निकलते ही. സത്യം പറഞ്ഞാൽ അഫ്സലിന്റെ ഇന്റർവ്യൂ എടുക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കാണ് ഓർമ്മകൾ വരുന്നത്, എന്റെ ബാല്യം, നമ്മുടെ മണ്ണിനൊക്കെ പറയുമ്പോ ഒക്കെ എന്റെ വീട് സാധാ ഒരു മണ്ണിട്ട വീടായിരുന്നേ. അപ്പൊ ആ ചാണകത്തിന്റെ TV വെച്ചിട്ട് ആ നാട്ടിലെ ആൾക്കാരെല്ലാം വന്നിരുന്ന് കാണുന്നതൊക്കെ ഇപ്പൊ അഫ്സലിന്റെ ഒറ്റ പാട്ടിലൂടെ എനിക്ക് മെമ്മറി മുഴുവൻ വരുന്നത്. അഫ്സൽ ഈ 90കളിലെ പാട്ട് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു എന്ന് മുതലാണ് ഇത് പാടി, അല്ലെങ്കിൽ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴാണൊന്ന് കൂടുതലാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പാടിയാൽ പെട്ടെന്ന് അവർക്ക് എത്തപ്പെടാൻ പറ്റും. പക്ഷെ അഫ്സൽ ഈ ഒരു സ്റ്റേജ് എങ്ങനെ പിടിച്ചടക്കി? എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മേലേക്ക് ആയിട്ടുണ്ട് ശരിക്കും. നമ്മൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ പോലെ പഴയ പോലെ പണ്ട് കല്യാണ വീടുകളിലും അവിടെയൊക്കെ പാടി തുടങ്ങിയിട്ട് തന്നെയാണ് വരണേ. അപ്പം നമ്മൾ പറഞ്ഞ നമ്മുടെ കസിൻസൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അവരുടെ വെഡിങ്ങിനൊക്കെ ചെറിയ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പാടാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ നിന്നാണ് വരുന്നത് നമ്മൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് പാടിക്കൊണ്ടിരുന്ന പാട്ടുകളും 90s പാട്ടുകളാണ് കൂടുതൽ. അതെ അതെ അതെ. അപ്പൊ ആ ഒരു ടേസ്റ്റ് അന്ന് തുടങ്ങിയുള്ളത് കൊണ്ട് ഇന്നും അന്ന് പാടിയ പാട്ടുകൾ തന്നെ ഇന്നും പാടും. പക്ഷെ ഒരു ബോറടി ആർക്കും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം. അയ്യോ, അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ പാടി ഇത് മാടത്തേക്ക് നീ നെക്സ്റ്റ് പാട് എന്ന് പറയാണ്ട് ബോറടി ഇല്ലാണ്ട് അത് കേൾക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അഫ്സൽ ഇപ്പൊ പാടിയപ്പോ എനിക്ക് എന്റെ അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് ചിന്തിക്കാനുണ്ട്. അതുകൊണ്ടായിരിക്കും അത് ബോറടിക്കാതെ. നമ്മൾ കേട്ടേക്കുന്നതുമാണ്. അപ്പൊ നമുക്കത് വീണ്ടും കേൾക്കുമ്പോ ആ പഴയകാല ഓർമ്മകളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു ഇപ്പൊ താലിലെ പാട്ട് പാടി തന്നില്ലേ, അപ്പൊ ഐശ്വര്യ റോയ് ആയിരുന്നു എന്റെ മനസ്സില്. എനിക്ക് അനിൽ കപൂർ വരുന്നത് ആ സിനിമയുടെ കഥ മുഴുവൻ ഒറ്റ ഇതിൽ എനിക്ക് സീനൊക്കെ കംപ്ലീറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് പഴയ പാട്ടുകളുടെ ഒരു പ്രത്യേകത. അത്രയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. കാരണം നമ്മള് എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കാത്ത വിഷ്വൽസും പാട്ടുകളും മ്യൂസിക്കും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് തനിയെ ഓടി വരും നമ്മളുടെ മനസ്സിലേക്ക്. ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടായിരുന്നോ ഇങ്ങനെ പാട്ട് പാടി ഇട്ടിട്ട് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഇതിലേക്ക് വന്നത്? കാരണം യൂട്യൂബ് വഴിയാണല്ലോ നമ്മൾ അറിയുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ പുറത്തേക്ക് അന്നൊന്നും അത്രയും വർഷങ്ങൾക്ക് മുമ്പൊന്നും നമ്മള് ആളുകൾ അറിയുന്നില്ല. അപ്പം നമ്മള് യൂട്യൂബ് ചാനൽ എനിക്കും ഭയങ്കര ആഗ്രഹം, ഇതുപോലെ പാട്ടൊക്കെ ഇങ്ങനെ ആളുകളുടെ പാട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം യൂട്യൂബ് വീഡിയോ ഒക്കെ നമ്മളുടെ വരണമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഇതുപോലെ കുറേ അറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്തൊന്നും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇപ്പോഴത്തെ വ്ളോഗേഴ്സ് പോലും ഒന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷം മുമ്പുള്ള യൂട്യൂബ് ചാനൽ എൻ്റെ. അപ്പോൾ വെറുതെ അന്ന് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് പോന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 2014 ഒന്നുകൊണ്ട് ഒരു പാട്ട് അങ്ങോട്ട് കയറി ഭയങ്കരമായിട്ട് വൈറലായി. ആ പാട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 മില്യൺ എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ ചാനൽ അങ്ങനെയാണ് ആളുകൾ കൂടുതൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഇതിലോട്ട് വന്നത് യൂട്യൂബ് ചാനലിലൂടെ. അത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ പാടുന്ന ഹിന്ദി പാട്ടുകളായതുകൊണ്ട്. പിന്നെ മാത്രല്ല ഈ ടൈമില് 90കളിലെ ഉദിത് നാരായണന്റെയും വേറെ കുമാർ സാനുവിന്റെ മാത്രം പാട്ടുകളാണ് പാടുന്നത്. അതെന്താ അങ്ങനെ?
ഇല്ല അങ്ങനെയല്ല, എല്ലാവരും പാടുമെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കുമാർ സാനു ഉദിത് നാരായണൻ്റെയാണ്. ആ ഒരു ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഷോസ് കൂടുതൽ കിട്ടുന്നത്. ഈ രണ്ടുപേരുടെ അതെ. അല്ല അവരുടെ ശബ്ദത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത് എന്തെങ്കിലും? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേട്ട് പണ്ട് മുതൽ കേട്ട് വളർന്നു വന്നേക്കണതിൻ്റെ ഒരു എഫക്റ്റ് ആണത്. അല്ലാതെ പ്രത്യേക, പക്ഷെ അവർക്ക് ഭയങ്കര ഇതല്ലേ പറഞ്ഞാൽ നമുക്ക് രണ്ടുപേരെയും പാട്ട് സിമ്പിളായിട്ട് പാടാൻ പറ്റുന്ന ഇതാണ് രണ്ടുപേരെയും പാട്ട്. പക്ഷെ പാടി ഫലിപ്പിക്കാനും പാടാം, ഭയങ്കര പാടാണ്. കാരണം കുമാർ സാനു സാറിന്റെ കൂടെ ഒന്നിച്ച് സ്റ്റേജ് ഷോ ചെയ്തിരുന്നു. ലൈഫിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഭാഗ്യം എന്ന് പറയാം. കാരണം ഞാൻ അത്രത്തോളം കുമാർ സാനുവിന്റെ പാട്ടുകളുമായിട്ട് എനിക്ക് ഇവിടെ നമ്മളുടെ നാട്ടിൽ തന്നെ അത്രയും ആരാധകര് നമ്മളുടെ പാട്ടുകൾക്കുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുമാർ സാനു, ഒറിജിനൽ കുമാർ സാനുവിനോട് എത്രത്തോളം ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ്? ലൈക്ക് ഇപ്പം അതൊന്ന് ചെറുതായിട്ട് പറയാൻ പറ്റുമോ? ലൈക്ക് വിളിച്ചതും ഇദ്ദേഹത്തിന്റെ കൂടെയാണെന്ന് അറിഞ്ഞതും ഷോയിൽ വന്നതും. ഇത് ഞാൻ ഒരു തവണ ഇതുപോലെ കുമാർ സാനുവിന്റെ ബർത്ത്ഡേക്ക് എന്റെ ഫേസ്ബുക്കിൽ ഒരു പാട്ട് പാടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ കുമാർ സാനുവിന്റെ വെച്ചിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിടും. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ എനിക്കൊരു മെസ്സേജ് വന്നു ഒരു ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ. നല്ല സോങ് ആണെന്ന് പറഞ്ഞത് കുമാർ സാനുവിന്റെ കൂടെ പാടുന്ന ഫീമെയിലാണ് ആള്. കുമാർ സാനുവിന്റെ കൂടെ ഏകദേശം 16 വർഷമായിട്ട് പുള്ളിയുടെ മെയിൻ ആയിട്ട് പാടുന്ന രചന ചോപ്ര എന്ന് പറഞ്ഞിട്ട് സിംഗർ ഉണ്ട്. അപ്പോൾ ആൾ എനിക്കിങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, സൂപ്പർ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരിങ്ങനെ എന്നെ അവരെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാരണം നമ്മൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടേക്കുന്ന ഒരാള്, അതും കുമാർ സാനുവിന്റെ കൂടെ പാടുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത്, അപ്പോൾ നമുക്ക് വിശ്വസിക്കാനും പറ്റുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഇവരിങ്ങനെ നമ്മളോട് ചാറ്റ് ചെയ്യുന്നുള്ള ഇതുകൊണ്ട്. ഇല്ല, സത്യം. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്, കുമാർ സാനു ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്രയും കാരണം ഞാൻ പറഞ്ഞു, കുമാർ സാനുവിന്റെ പാട്ടുകൾ പാടിയിട്ട് എന്നെ അറിയപ്പെടുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കുമാർ സാനുവിനുള്ള ഒരു താല്പര്യം. അപ്പോൾ അങ്ങനെ ആള് മെസ്സേജ് വിട്ടു. ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു ആള്. അപ്പം ഞാനും ആളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയും കുമാർ സാനു ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആള് എനിക്ക് എപ്പോഴും റിപ്ലൈ ഒന്നും അയക്കൂല. കാരണം ആള് തിരക്കാണ്. പിന്നെ കുമാർ സാറിന്റെ കൂടെ നിൽക്കണം, പാട്ട് പാടണമൊക്കെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ രക്ഷയില്ല, എങ്ങനെയെങ്കിലും ആളൊന്ന് കാണണം. അങ്ങനെ ആള് കുറേ നാൾ മെസ്സേജ് ഒക്കെ അയക്കുന്ന സമയത്ത് ഒരിടയ്ക്ക് ഇതുപോലെ ഒരു വർഷം മുമ്പ് എനിക്കിങ്ങനെ മെസ്സേജ് വിട്ടു, അഫ്സലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൊച്ചിയിൽ ഇങ്ങനെ കുമാർ സാനു ഷോ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ പറ്റിയാൽ കാണാൻ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല്ലോ, കാണാൻ പറ്റൂല എന്നുള്ളതൊന്നും ഉറപ്പില്ല. അവര് ഒറിജിനൽ ആണോ ഇനി നമ്മൾ വിളിക്കുമെന്ന് ഉറപ്പില്ല. അതെ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ എനിക്ക് മെസ്സേജ് വിട്ട് അവർ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ആകെ കിളിയോയിരിക്കണം, എൻ്റെ പൊന്നെ. എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് ഭയങ്കര ഇത്, ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ റെഡി ആവാൻ പറഞ്ഞുകൊണ്ടും ആള് വിളിച്ചിട്ടില്ല, ആള് വിളിക്കുമ്പോൾ ചെന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ടാണ് അത് പ്രോഗ്രാം ഉള്ളത്. ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ വന്നേക്കണം, ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ വന്നേക്കണം കുമാർ സാനു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അഫ്സലെ ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വേഗം തന്നെ ആള് വിളിച്ചപ്പോൾ തന്നെ റെഡിയായി നിൽക്കുകയാണ്, പോകാനായിട്ട് റെഡിയായി. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും കുമാർ സാറിനെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. എന്നിട്ട് ഉച്ചയായപ്പോൾ വിളിച്ചു. ഞാൻ ഗ്രാൻഡ് ഹയാത്തിൽ പോയി. അവിടെ പോയി അപ്പോൾ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോണേ, ഇതുവരെ കണ്ടല്ലോ ഫേസ്ബുക്ക് വഴിയുള്ള. അങ്ങനെ ഞാൻ പോയി അവിടെ ഉച്ചക്ക് തൊട്ട് രാത്രി വരെ അവിടുത്തെ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവരെയും വെയിറ്റ് ചെയ്തിട്ട്. രചന ചോപ്രേനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. അവർ റൂമിൽ ആദ്യമായിട്ടുള്ള ഇതായൊന്നും പെട്ടെന്ന് വരണമില്ല അവർ. അങ്ങനെ രാത്രിയായി. ഞാൻ ഉച്ചക്ക് പോയിട്ട് രാത്രിയാണ് ഇവർ താഴേക്ക് പറഞ്ഞത്. അങ്ങനെ രചന ചോപ്രേനെ കണ്ട് അവരെൻ്റെ കൂടെ ജസ്റ്റ് പുറത്ത് വന്നിട്ട് ഞങ്ങൾ പുറത്ത് വെറുതെ എറണാകുളത്തൊക്കെ ഒന്ന് വെറുതെ കറങ്ങിയിട്ട് തിരിച്ചു പോയി. അപ്പോഴും കുമാർ സാറിനെ കാണില്ല, പുള്ളി വന്നിട്ട് റൂമിൽ തന്നെ ഇരിക്കുക. ആളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് കാണാനും പറ്റുന്നില്ല. പെട്ടെന്ന് ആള് ഇച്ചിരി ഇതാണ്, ആള് നമ്മളുടെ കൂടെ സോഫ്റ്റ് ഒന്നും അല്ല, ആള് പെട്ടെന്ന് ദേഷ്യമൊക്കെ പറഞ്ഞ ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ ഇവർക്ക് എന്നെ പെട്ടെന്ന് കുമാർ സാറിനായിട്ട് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം ജസ്റ്റ് നമ്മൾ ഫേസ്ബുക്ക് വഴിയുള്ള കോൺടാക്റ്റുകളുള്ളൂ. പിറ്റേ ദിവസമാണ് പ്രോഗ്രാം നടക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്ന് റെഡിയായി രാവിലെ പോയി. പുള്ളി ഞാൻ നേരത്തെ എങ്ങാനും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോയിട്ടും ഒരു രക്ഷയില്ല. ഞാൻ വൈകുന്നേരം വരെ ആ ഇരിപ്പ് അവിടെ. രാവിലെ പോയിട്ട് അവിടെ പോയിരിക്കുകയാണ്, ആള് പറഞ്ഞു നോക്കി. ഗ്രാൻഡ് ഹയാത്തിൽ പോയിരിക്കുകയാണ്. രാത്രി ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ ലേറ്റായി, പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റായി. വെഡ്ഡിങ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ രചന ചോപ്ര പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് സ്റ്റേജിന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ. കാരണം പുള്ളിയൊക്കെ പറഞ്ഞല്ലേ അത്രയും വലിയ സെലിബ്രിറ്റി ഒന്നല്ലേ, ഭയങ്കര ഹെവി സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ രചന ചോപ്ര ഉള്ളതുകൊണ്ട് എന്നെ അവർ ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കാനുള്ളൊരു സൗകര്യം നമുക്ക് കിട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ ആളിങ്ങനെ നടന്നു വരികയാണ്. അവിടെ നിന്ന് ബോഡി ഗാർഡ്സൊക്കെ ആയിട്ട് ഇങ്ങനെ. ആളെന്ന് വെച്ചാൽ അന്ന് ഭയങ്കര സൈസാണ്. ഇപ്പോൾ ആള് കുറച്ച് സ്ലിമ്മായി, ആള് ബോഡിയൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് ഭയങ്കര സൈസാണ്. അപ്പോൾ ഒരു വലിയൊരു
ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് നല്ല തിളങ്ങുന്ന ഒരു ഗൗണൊക്കെ ഇട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അവർ ഓൾറെഡി പറഞ്ഞു, രജന ചോപ്ര പറഞ്ഞു എൻ്റെ അടുത്ത് ഓൾറെഡി അബ്സൊല്യൂട്ട്ലി ഇമോഷണൽ ആയത്. കാരണം എനിക്ക് ഭയങ്കര ക്രേസ് പുള്ളി. ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ പാട്ടുകൾ പാടിയിട്ടാണ് ഞാൻ എൻ്റെ ഇല്ല. അപ്പോൾ അന്ന് വന്ന് പുള്ളി ജസ്റ്റ് കണ്ട്. അപ്പോൾ അന്ന് ഈ ഗ്രീൻ റൂമിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വലിയ ലൈറ്റ് ഇല്ല, ഗ്രീൻ റൂമിൽ ചെറിയ ലൈറ്റ് ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഉള്ള ഫോൺ അത് അന്ന് ഗ്രീൻ റൂമിൽ വെച്ചിട്ട് രചന ചോപ്രയുടെ ഫോണിലാണ് ഫോട്ടോ എടുത്ത് തന്നെ. പക്ഷേ വലിയ സുഖമായില്ല, ക്ലിയർ ആയില്ല, ഒരു മങ്ങിയ പോലെയൊക്കെ പോയി. അപ്പോൾ എന്ത് ചെയ്ത് പിറ്റേ ദിവസം എന്നാൽ പിന്നെ രാവിലെ പുള്ളി പോകുന്നതിന് മുമ്പ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എടുക്കാനുള്ള പുള്ളി പ്രോഗ്രാം അപ്പം തന്നെ പുള്ളി റൂമിലേക്ക് പോയി. കുറേ ലേറ്റായി, 2 മണിയൊക്കെ ആയി പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ. പുള്ളി നേരെ റൂമിൽ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ പുള്ളി തിരിച്ചു പോകും. ആളെ കണ്ടു, ഞാൻ ജസ്റ്റ് കണ്ട് രാത്രി കണ്ട് ഫോട്ടോ എടുത്ത് ക്ലിയർ ആയില്ല. പിറ്റേ ദിവസം രാവിലെ 6:30 മണിക്ക് 7 മണിക്കായിട്ട് തിരിച്ചു പോകും. ഞാൻ എന്നിട്ട് 2 മണിക്ക് ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ UC കോളേജിൻ്റെ അടുത്ത വീട്. അവിടെ വന്നിട്ട് എനിക്ക് ഉറക്കമല്ല, പുള്ളിയുടെ കൂടെ ഫോട്ടോ എടുക്കണമല്ലോ, ക്ലിയർ ആയിട്ടൊരു ഫോട്ടോ ഇടണം. കാരണം ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടേക്കാം ഓൾറെഡി. കാരണം ഭയങ്കര ഒരു വലിയൊരു സംഭവം വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് മെയിൻ. അത് കിട്ടിയിൽ പോയില്ലേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഉറങ്ങാതെ വീട്ടിൽ പോയി. എനിക്ക് കിടന്നിട്ട് ഉറക്കമല്ല. 2 മണിക്ക് 1 മണിക്കൂർ വേണം വീട്ടിലെത്തണമെങ്കിൽ, അവിടെ നിന്ന് ഓടി എത്തണമല്ലോ. വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കമല്ല. രാവിലെ എന്നിട്ട് വെളുപ്പിനെ തന്നെ 4 മണിക്ക് എണീറ്റ് വീണ്ടും 2 മണിക്കാണ് അവിടെ നിന്ന് പോണത്. ഉറങ്ങാതെ വീണ്ടും 4 മണിക്ക് എണീറ്റ് റെഡിയായി വീണ്ടും വന്നിരിക്കണം. പുള്ളി ഇനി നേരത്തെ അങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് അവിടെ താഴെ വന്നിരുന്ന് ഒരു 6-6:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളി താഴേക്ക് വരാണ്. അപ്പോൾ അന്ന് കൊറോണ സമയമുള്ള, കൊറോണയുടെ ടൈമാണ്. അപ്പോൾ പുള്ളി മാസ്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ പഴയ ഒരു ഫോൺ, ഒരു ഓപ്പോയുടെ പഴയ സെറ്റാണ്. അപ്പോൾ ഇത് ഹാങ് ആയിട്ട് നമ്മൾ ഫോട്ടോ എടുത്താൽ കുറച്ചേരം ഇങ്ങനെ ഈ ഫോൺ പിടിച്ച് കുറച്ചേരം പിടിച്ചാലാണത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ രചനയെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് രണ്ടും എടുത്തത് പ്രശ്നമായി. എൻ്റെ പൊന്നി, ഇത് അവർക്കും അറിയില്ലല്ലോ. ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ അത് ചെറിയൊരു ഷെയ്ക്കാവും. 2 ഫോട്ടോ അങ്ങനെ തന്നെ. എന്നിട്ട് ഞാൻ ഫോട്ടോ ക്ലിയർ ആവണ്ടപ്പോൾ ഞാൻ പുള്ളി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഒന്നുകൂടി എടുത്തോ. പുള്ളി ചൂടായി എൻ്റെ അടുത്ത്. പുള്ളിക്ക് ഭയങ്കര, കാരണം ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഭയങ്കര ഇതാണ്, ആളങ്ങനെയൊന്നും പെട്ടെന്ന് നിൽക്കില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് പുള്ളി പോകാൻ വേണ്ടി പുറത്തിറങ്ങി ലഗേജൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് കുറേ ഇങ്ങനെ വീഡിയോസും വെറുതെ സെൽഫി. കാരണം എനിക്ക് ഭയങ്കര സങ്കടം, പുള്ളി അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ 2 ദിവസമായിട്ട് പുള്ളിക്കത് വിഷയമല്ല, കാരണം അത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ്, കോടിക്കണക്കിന് ആരാധകരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പുള്ളിയുടെ പാട്ടുകൾ പാടണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊന്നുമല്ല, മനസ്സിലായോ. അങ്ങനെ പുള്ളി കാറി കയറി പോയി. എനിക്ക് അത്ര കിട്ടിയുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഹാപ്പി, കാരണം പുള്ളിയുടെ കൂടെ പുള്ളിയെ കണ്ട് നമ്മൾ. പിന്നെ അതിനുശേഷം ഇതുപോലെ ഒരു എൻക്വയറി എനിക്ക് വരികയാണ് സൗദിയിൽ നിന്ന്. അപ്പോൾ ആദ്യം അവർ ചോദിച്ചത് വേറെ സോണിയ ഒന്നും നടന്നില്ല. എനിക്ക് ജസ്റ്റ് കണ്ടു, ഇല്ല പുള്ളിയെ ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. അങ്ങനെ അവർ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു എൻക്വയറി, നമ്മുടെ ഒരു മലപ്പുറത്തുള്ള ഒരു സുഹൃത്താണ്, പുള്ളി സൗദിയിൽ നിന്ന് ഇങ്ങനെ എൻ്റെ മെസ്സേജ്, അഫ്സൽ നമുക്ക് സെലിബ്രിറ്റീസ് ആരെങ്കിലും ബോളിവുഡിൽ നിന്ന് പറ്റിയ സിംഗേഴ്സ് ആയാലും നമുക്ക് ഷോ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ വെറുതെ ചോദിക്കണമായിരിക്കുമല്ലോ, ഇങ്ങനെ നടക്കാൻ ചാൻസ്. ബോളിവുഡിൽ നിന്നൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ബഡ്ജറ്റൊക്കെ ഭയങ്കര കൂടുതലും, പിന്നെ അതിന് പറ്റിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ കുമാർ സാനുവിൻ്റെ ഈ രചനയായിട്ട് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് രചനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു എൻക്വയറി വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് സാനുദയുടെ എമൗണ്ട് എത്രയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കുറേ നാൾ അതിനെക്കുറിച്ച് പിന്നെ ചർച്ച ഒന്നും ഉണ്ടായില്ല. അവരൊക്കെ പെട്ടെന്ന് കൺഫേം ആയ പരിപാടി. അയ്യോ, അപ്പോൾ കൺഫേം ആയാലും കുമാർ സാനുവിന് എന്നെ അറിയില്ല. ഈ രചന ത്രൂ ആണ് എന്നെ പുള്ളിക്ക് ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ രചന ഈ ഷോ വന്നേ പിന്നെ രചന ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് പറയുന്നുണ്ട് അവിടെ. കുമാർ സാറിൻ്റെ അടുത്ത് പറയാം. പുള്ളിക്ക് ഈ പേരറിയാം, അഫ്സൽ എന്ന് പറഞ്ഞ ആളറിയാം. പിന്നെ ഇവരുടെ ബാൻഡിലൊന്നും ഇവർ പാടിക്കില്ല അങ്ങനെ. ഇപ്പം നമ്മൾ എത്ര ഇതാണ് പുള്ളിയായിട്ട് എനിക്ക് ഡയറക്റ്റ് ആണെങ്കിലും ഓക്കെ. ഇത് ഈ രചന വഴിയാണ് ഞാൻ പുള്ളിയായിട്ട് എനിക്ക് യാതൊരു കോൺടാക്റ്റും ഇല്ല ഡയറക്റ്റ്ലി, ഇപ്പോഴുമില്ല. പക്ഷേ രചന ഇങ്ങനെ എന്നെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ആ ബാൻഡിൻ്റെ കൂട്ടത്തിൽ എന്നെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ, നമ്മളൊരു മലയാളി എനിക്ക് തോന്നുന്നു ഇതുവരെ പുള്ളിയുടെ ബാൻഡിൽ പാടിയിട്ടുണ്ടാവില്ല. പുള്ളിയുടെ കൂടെ പാടുന്നത് കംപ്ലീറ്റ് അവിടുത്തെ ആളുകളാണ്. പുള്ളി അങ്ങനെ പാടിക്കില്ല. ഈ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ തന്നെ പുള്ളിയുടെ ഷോക്ക് മുമ്പ് വേണമെങ്കിൽ നമ്മുടെ കയറിയിട്ട് പൊക്കോളാം. ഇത് പുള്ളിയുടെ പോസ്റ്ററിലൊക്കെ അവിടുത്തെ ടിക്കറ്റിലൊക്കെ എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വന്നേക്കാണ്. അപ്പോൾ എൻ്റെ കിളി എൻ്റെ ഒന്ന് പറയണ്ട, എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും കിട്ടൂല. എന്നിട്ട് ആ പ്രോഗ്രാം അങ്ങനെ പോയി. ഞാൻ അവിടെ ചെന്ന് സൗദി ചെന്ന് അന്ന് പുള്ളിനെ പേഴ്സണലി മീറ്റ് ചെയ്യണം. അപ്പോഴാണ് എൻ്റെ കിളി പോണേ. അന്ന് പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചും തോന്നില്ല, കാരണം പുള്ളി അങ്ങോട്ട് വന്ന് ജസ്റ്റ് പോയി.
അപ്പോൾ പുള്ളി അന്ന് സൗദിയിൽ ആദ്യമായിട്ടാണ് ഷോക്ക് സൗദിയിൽ പറഞ്ഞത്. പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ തോട്ടം കംപ്ലീറ്റ് അടഞ്ഞ് ഒച്ച കളഞ്ഞിരിക്കുക ഭയങ്കരമായിട്ട്. അങ്ങനെ രചനയുടെ അടുത്ത് പറഞ്ഞു, അഫ്സലെ ഞാൻ റൂമിലേക്ക് എപ്പോഴും വിളിക്കും, പുള്ളിയുടെ റൂമിലേക്ക്, അപ്പോൾ വേഗം വരാൻ റെഡി ആയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുള്ളിനെ എന്തായാലും കാണാൻ പറ്റില്ല, ഷോ ആയിട്ട് പോകണം. പുള്ളിയുടെ ഒരു വലിയൊരു ഫോട്ടോ ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് കുമാർ സാനു എന്ന് പറഞ്ഞ് എഴുതിച്ചിട്ട് പുള്ളിയുടെ ഫേസ് അതുകൊണ്ട് വരപ്പിച്ചു. അതായത് കുമാർ സാനു മാത്രമേ പേര് മാത്രം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റഹീം എന്ന് പറഞ്ഞിട്ട്, ആള് ഭയങ്കര ഇതാണ്, ആള് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലായിട്ട് നിൽക്കുന്ന ആളാണ്. സ്പോട്ടിൽ നമ്മൾ പറഞ്ഞ അപ്പം തന്നെ ഈ ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് വരച്ചിട്ട് ഇത് ചെയ്യും. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞവൻ എനിക്കാണ് സാധനം ഫ്രെയിമൊക്കെ ചെയ്ത് തന്നു. ഞാൻ ഇതൊക്കെ ആയിട്ട് പോണേ, എങ്ങനെയും പുള്ളിനെ കണ്ട് കൊടുക്കണമല്ലോ, നമുക്കൊരു അത്രയും ഇതല്ലേ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ തലേന്ന് ഉച്ചയായി പിന്നെ ഇവർ രചന ചോപ്ര വിളിച്ചു, അഫ്സൽ വേഗം വാ സാനവിത വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ സൗണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ കുമാർ സാറിൻ്റെ പാട്ട് പാടുന്നതുകൊണ്ട് രചന ചോപ്ര പറഞ്ഞിരുന്നു ഓൾറെഡി, അഫ്സൽ സാനവിത പാട്ടുകൾ പാടുന്നതാണ് പറഞ്ഞു കൊടുത്താൽ പുള്ളിക്ക് തീരെ വയ്യ, ഒട്ടും പാടാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ വിളിക്കാൻ പറഞ്ഞു എന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരുടെ ആർട്ടിസ്റ്റുകളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ റൂമിലേക്ക് ചെന്ന്, അപ്പോൾ ഈ ചെന്ന് കയറിയിട്ട് കുറച്ച് ഇതായിട്ടാണ് പുള്ളിയുടെ റൂം. അപ്പോൾ നടന്ന് ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇതൊക്കെയാണ്, പുള്ളീനെ പേഴ്സണലി കാണാൻ പോകാനുള്ള റൂമില്ല, നമ്മൾ ആദ്യമായിട്ടുള്ള അങ്ങനെ കാണണേ. ഞാനവിടെ ചെന്ന് പുള്ളിയപ്പോൾ ഇങ്ങനെ തലകുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക, തീരെ വയ്യ, കയ്യിൽ ട്രിപ്പ് കയറ്റിൻ്റെ ഇതൊക്കെ സൂചികരിപ്പുണ്ട്. എനിക്ക് പുള്ളിനെ കണ്ടുകൂടി എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഞാൻ പൊട്ടിക്കരഞ്ഞു അവിടെ ഇരുന്നു. പൊട്ടിക്കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തേങ്ങിക്കറിയില്ല നമ്മൾ ഭയങ്കര അടിച്ച്, അതുപോലെ എനിക്ക് ഭയങ്കര ഫീലായി. കാരണം പുള്ളീനെ അത്രയും പേഴ്സണലി നമ്മൾ കാണുവാണ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ പാട്ട് പാട്ട് എനിക്ക് ഇത്രയും ആരാധകർ നമ്മളുടെ ഇവിടെ ഹിന്ദിക്കാരും മലയാളികളുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഫാനാണ് പുള്ളിയുടെ പാട്ട്. ഭയങ്കരമായിട്ട് ഒച്ചയിൽ കരഞ്ഞു, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഫീലായി. അപ്പോൾ തന്നെ അവർ വന്നിട്ട് എൻ്റെ സമയത്തൊക്കെ തട്ടി കരയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര, ഞാൻ പുള്ളിയുടെ തലയിലൊക്കെ പോയി തടയും. പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളി. എന്നിട്ട് പാട്ടുകളുടെ ലിസ്റ്റൊക്കെ അവർ തരും. അപ്പോൾ ഞാൻ പുള്ളിനെ ഇങ്ങനെ എനിക്ക് പുള്ളിയെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പുള്ളിയുടെ തലയിൽ ഉമ്മ വെച്ചു. അയ്യോ എനിക്ക് ഞാൻ ഭയങ്കര ഫീലായെന്ന് വെച്ചാൽ എന്തോ അറിയില്ല, നമ്മള് എന്താണെന്ന് എനിക്ക് അറിയില്ലത്. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പോഴും എന്താ പറയാ, പുള്ളിയുടെ പാട്ടുകൾ പാടുമ്പോൾ ഞാൻ കണ്ണടച്ചെന്ന് ഏതൊർക്കത്തിൽ ചോദിച്ചാലും ഞാൻ പുള്ളിയുടെ പാട്ടുകൾ പാടും. അത്രയും പുള്ളിയുടെയും ഉദിത് നാരായണന്റെ പാട്ടുകൾ അത്രയും ഇഷ്ടമുള്ള ഒരു ഇതാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ പാട്ടിൽ ഏറ്റവും കൂടുതൽ പാടുന്നത്. അങ്ങനെ പുള്ളിനെ കെട്ടിപ്പിടിച്ചു ഉമ്മൊക്കെ വെച്ച് ഞാൻ വേഗം അസുഖങ്ങളൊക്കെ വേഗം മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവിടെ പോകുന്നപ്പോൾ പാട്ടിൻ്റെ ലിസ്റ്റൊക്കെ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അവിടെ നിന്ന് പോകുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും, ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് പാട്ടുകാർ ഉദിത് നാരായണൻ, കുമാർ സാനു. രണ്ടുപേരും എനിക്ക് അത്രയും അത് എന്താ പറയുക, നമ്മളത്രയും തൊട്ടടുത്ത് പുള്ളീനെ നിന്നു, പുള്ളീനെ കെട്ടിപ്പിടിച്ചു നമ്മൾ. അയ്യോ ഭയങ്കര എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കലങ്ങിയിരിക്കുക പുള്ളിയുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം പുള്ളി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട്. നമുക്ക് സ്റ്റേജിൽ പുള്ളി നമ്മള് എല്ലാവരും നേരത്തെ ഓഡിയൻസ് ഒക്കെ വന്ന് നമ്മൾ സൗണ്ടൊക്കെ ചെക്ക് ചെയ്തു. പുള്ളി ലാസ്റ്റ് വരണേ. അപ്പം ഞാൻ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ പുള്ളി അവിടെ ഗ്രീൻ റൂമിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് സംസാരിച്ചു, എൻ്റെ ഏത് പാട്ടൊക്കെ പാടണമെന്നൊക്കെ ചോദിച്ചു ആള്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെയൊക്കെ കഴിച്ചു. പ്രോഗ്രാമിന് ഫുൾ ടൈം പുള്ളിയുടെ കൂടെ തന്നെ നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും. ഇല്ല പാട്ടിനെ കുറിച്ച്, കാരണം നമ്മൾ പുള്ളിയുടെ ഒരു സെക്ഷൻ 3 സെക്ഷനായിട്ട് പുള്ളി പാടുന്നത്. ഒരു സെക്ഷനിൽ ഒന്നേ കുറച്ച് പാട്ടുകൾ കണ്ടിന്യൂസ് പാടിയിട്ട് ആ ഗ്യാപ്പിലാണ് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ പാടുന്നത്. പക്ഷേ എല്ലാ ആർട്ടിസ്റ്റുകളും പുള്ളിയുടെ കൂടെ തന്നെ ഫുൾ ടൈം ഒരു 3 മണിക്കൂർ ഷോ ആണെങ്കിൽ 3 മണിക്കൂർ പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ടാവും, കോർസ് പാടാനും എല്ലാത്തിനും. പാട്ടിനെ കുറിച്ചൊന്നും കാരണം പുള്ളി ശ്രദ്ധിക്കാനുള്ള സമയം ഒന്നും കിട്ടുന്നില്ല. പുള്ളിയുടെ സെക്ഷൻ കഴിഞ്ഞാൽ പുള്ളി ബാക്കിലേക്ക് പോകുമല്ലോ, പാട്ടം ശ്രദ്ധിക്കൂല. പക്ഷെ നമ്മൾ ആ 3.5-4 മണിക്കൂർ ഫുൾ ടൈം പുള്ളിനെ ലാസ്റ്റ് എനിക്കൊരു ഫോട്ടോയും കൂടി കിട്ടി, പുള്ളിനെ കെട്ടിപ്പിടിച്ചെന്ന് പാടുന്ന ഒരു ഫോട്ടോ സ്റ്റേജിൽ. അയ്യോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ അങ്ങനെ കിട്ടൂല, അങ്ങനെ ചാൻസ് വളരെ കുറവല്ലേ ഒരു മലയാളിയെ സംബന്ധിച്ച്. നമ്മൾ പുള്ളിയുടെ സ്റ്റേജ് നമുക്ക് പേഴ്സണലൊക്കെ ചിലപ്പോൾ എവിടെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റേജിൽ പുള്ളിയുടെ കൂടെ നിന്ന് അതൊരു വലിയ കാര്യം. അഫ്സലിന് 1 വർഷം 10 വർഷത്തെ പിന്നല്ല പിന്നെ തീർച്ചയായിട്ടും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, പുള്ളിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ കൂടെ നിന്ന് സ്റ്റേജിൽ പാടാൻ പറ്റി. എനിക്ക് ആ ഒരു കുമാർ സാനുവിന്റെ ഒരു പാട്ട് പാടാം. ഏറ്റവും നല്ലൊരു സോങ്ങാണ് പർദേസ് മൂവിയിലെ ഷാറുഖ് ഖാന്റെ കിസി റോസ് തുംസേ മുലാഖാത്ത് ഹോഗി മേരി ജാൻ ഉസ് ദിൻ മേരെ സാത്ത് ഹോഗി
मगर कब न जाने ये बरसात होगी, मेरा दिल है प्यासा, मेरा दिल अकेला, जरा तस्वीर से तो निकल के सामने आ, मेरी महबूबा, मेरी तकदीर है तो मचल के सामने आ, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा. അയ്യോ, ഞാനേ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ മെമ്മറിയിലേക്ക് കൊണ്ടുപോവാണ് ഭയങ്കരമായിട്ടും. അല്ലേ, ഇന്നത്തെ ജനറേഷൻ ആണെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിപ്പോ പഴയ പാട്ടുകളിന് റീലൊക്കെ ഇടുന്നത് ശ്രദ്ധിച്ചു ചോദിക്കോ. ഇപ്പൊ പുതിയ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടാലും ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ക്വാളിറ്റി, ഇതൊക്കെ എത്ര വർഷം മുമ്പ് ഉള്ള മൂവീസും സോങ്സും നമ്മൾ ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരു എന്താ പറയാ, നമുക്കൊരു അല്ലേ ശരിക്കും ഭയങ്കര ഷാറുഖ് ഖാന്റെ മാനറിസം പോലും കണ്ടില്ല. ഇപ്പൊ ഞാൻ കൂടെ പാടാൻ പോലും എനിക്ക് പേടിയാ. കടയിലേക്ക് നമ്മുടെ വീഡിയോ കഴിയുമ്പോൾ ആൾക്കാർ പറയും എന്റെ പാട്ട് കാരണം പാട്ട് കേട്ടില്ല, മിണ്ടിയില്ല. പണ്ടൊക്കെ നമുക്കൊരു ബുക്ക് ഉണ്ടായിരുന്നില്ല, ആ ബുക്കിന്റെ പേരെന്നായിരുന്നു, സിനിമ പാട്ട് ഇറങ്ങുന്ന പുതിയ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ബുക്കുകൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഹിന്ദി പാട്ടിലൊക്കെ പറഞ്ഞ പോലെ. അതെ, മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നമുക്കിങ്ങനെ കേട്ട പാട്ടുകളിലൊക്കെ ലിറിക്സ് എഴുതാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ ഹിന്ദി തന്നെയാണ്, ഞാൻ കംപ്ലീറ്റ് എഴുതുന്നത് ഹിന്ദി തന്നെയാണ്, ഹിന്ദി തന്നെ എഴുതിയിട്ട് എടുക്കുന്നത്. പക്ഷെ അന്ന് നമുക്ക് ഇതുപോലത്തെ ബുക്കുകൾ കിട്ടുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ നോക്കും, നമുക്ക് അറിയാവുന്ന പാട്ട് ഇതിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ അകത്തൊക്കെ നോക്കിയിട്ടൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പഠിച്ചൊരു പാട്ടാണ് മുന്നിലൊന്നും പാടാനുള്ള ആളല്ലോ. ഇല്ല, അതല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാട്ട് എല്ലാവരുടെയും ഒരു പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാടിക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അല്ല എന്റെ ഇഷ്ടങ്ങൾ ഞാൻ അങ്ങനെയല്ല സർപ്രൈസ് നിൽക്കുന്നത്, നമ്മളൊരു ഇന്റർവ്യൂവിൽ അത് പാടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഇപ്പൊ പറഞ്ഞ പോലെ പല പ്രൈവറ്റ് ഫംഗ്ഷനിലാണെങ്കിലും ആളുകൾക്ക് പാടാം. ഞാൻ പറയപ്പോഴും നമുക്ക് ആഗ്രഹമാണെങ്കിൽ നമുക്ക് പാടാം. നമ്മൾ ആളുകൾ കളിയാക്കുന്നത് നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പാടാം. അവർക്കറിയാം ഈ പാടുന്ന ആളുകൾ പ്രൊഫഷണൽ ആളുകളല്ല. അപ്പൊ നമ്മൾക്കൊരു ഇഷ്ടമാണത്. പല ആളുകളടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട് പല ആളുകളും. അവർക്കൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ പാടാം. ഈ ആദ്യ കാലങ്ങളിൽ ലിറിക്സ് കേട്ട് മൈൻഡ് സെറ്റ് ചെയ്യുമായിരുന്നോ അതോ എഴുതി എടുക്കുമായിരുന്നോ, എങ്ങനെയായിരുന്നു? എഴുതിയെടുത്തിട്ടാണ് റിവൈൻഡ് ചെയ്ത് ടേപ്പ് റെക്കോർഡിൽ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ബാക്ക് അടിച്ച്, കാരണം ഇത് കറക്റ്റ് ആയിട്ട് കിട്ടണമല്ലോ, ഇത് അങ്ങനെ തന്നെ എഴുതി പഠിച്ചേക്കെന്താ. ഇല്ല, നമുക്ക് പെട്ടെന്ന് പിന്നെ നെറ്റിൽ അടിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹിന്ദി കറക്റ്റ് ആയിട്ടുള്ള ലിറിക്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താ അഫ്സൽ ചെയ്യുന്ന സ്റ്റേജ് ഷോസ് ആണോ? സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹിന്ദി ഗാനങ്ങൾ കൊണ്ട് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഷോസ് വരുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ വേറൊരു കാറ്റഗറിയിലുള്ള സിംഗർ ആയിരുന്നു, പക്ഷെ എനിക്ക് ഇത്രയും പ്രോഗ്രാംസ് എനിക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പ് തന്നെ. കാരണം അത്രമാത്രം സിംഗേഴ്സ് കോമ്പറ്റീഷൻ ആയിട്ടുള്ളൊരു ടൈമാണ്. അതും അടിപൊളി സിംഗേഴ്സാണ്, ഹെവി ടാലന്റഡ് സിംഗേഴ്സാണ് എല്ലാ ഇതിലുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അവസരങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് ഈ ആർട്ടിസ്റ്റുകളിലേക്ക് എത്താൻ എളുപ്പമാണ്. ഇപ്പോൾ ഗൾഫ് കൺട്രീസ് എല്ലാം കവർ ചെയ്തു കംപ്ലീറ്റ്ലി. ദുബായ്, അതുപോലെ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, അങ്ങനെയൊക്കെ അത്യാവശ്യം എല്ലാ സെലിബ്രിറ്റികളും ഗസ്റ്റായിട്ട് വരുന്ന. ഇപ്പോൾ ബഹ്റൈനിൽ പോയപ്പോൾ മമ്മൂക്കയായിരുന്നു ഗസ്റ്റായിട്ട് വന്നത്. പക്ഷെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ മനോജ് കെ ജയൻ, അതുപോലെ ജയേന്ദ്രൻ സാറ്, പിന്നെ കണ്ണൂർ ഷെരീഫ്, അങ്ങനെയൊക്കെയുള്ള മറ്റേ വിധു പ്രതാപ്, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ആയിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പോൾ ആ സ്റ്റേജിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന് ആഗ്രഹമായിട്ടൊക്കെ പോയി. പക്ഷെ നമ്മളുടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. പിന്നെ കോളേജിൽ പോകുന്നത് തന്നെ നമുക്ക് കോളേജിൻ്റെ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെട്ട് പോകണം, അല്ലാതെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പോകണമെന്നല്ല. അറിയാമല്ലോ, നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ആളുകൾ പറയും, കോളേജിലൊക്കെ നമുക്ക് എന്തായാലും ഉറപ്പായിരിക്കും ഇഷ്ടംപോലെ ആരാധകരുണ്ടാവും. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി. പക്ഷെ ക്ലാസ്സിലൊന്നും കയറിയില്ല.
പക്ഷെ ഇപ്പോഴും പക്ഷെ ആ ടീച്ചർമാർക്കൊക്കെ എന്നെ വലിയ അത്ര ഇഷ്ടമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അവരൊക്കെ കാണുന്നുണ്ട്. അല്ല ഇപ്പം അഫ്സൽ പറഞ്ഞല്ലോ 90കളുടെ പാട്ട് പിടിച്ചത് തന്നെ അഫ്സലിന് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ചലച്ചിത്ര ഗാനങ്ങൾ, അതായത് ഏറ്റവും പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞുള്ള ആ ബുക്ക് വരും. ആ ബുക്ക് വരുമ്പോൾ അതിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, ലാസ്റ്റ് പേജിലാണ് ഹിന്ദി വരുന്നത്. ഒരു 3 പേജൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാ ഭാഷകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. പാടാനും കുട്ടികളെ കൊണ്ട് പറ്റും, ഭയങ്കര ആക്സസ് ആണ്. അപ്പം ഇതിലിങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം റിസ്കിയാണ്. കാരണം നമ്മൾ ഹിന്ദി പാട്ട് മാത്രം പാടുന്നത് കൊണ്ട് പല ആളുകളും പറയും എടാ ചാൻസുകളൊക്കെ കുറയും എന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള സോൺ ഹിന്ദി തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മലയാളിയെ ഹിന്ദിക്കാർ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സാധനം പാടി അവർ നമ്മളെ ഹിന്ദിക്കാരായതുകൊണ്ട് അവർ നമ്മളെ ശരിക്കും വാച്ച് ചെയ്യും അവർ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് പാടുന്നത് തെറ്റിപ്പോയാൽ പോലും അവർ അത് പക്ഷേ നമ്മൾ എൻ്റെ യൂട്യൂബിലെ കമൻസ് ഒക്കെ എടുത്ത് കണ്ടറിയാം അത്രത്തോളം നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് ഭയങ്കര എല്ലാവരും പറയും ഹിന്ദി ചാനലിൽ വന്നിട്ട് ട്രൈ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ടാലന്റ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാട്ട് കേട്ട് പഠിക്കുന്നു അത്രേ ഉള്ളൂ. പഠിക്കുന്നു അതാണ്, അങ്ങനെ പഠിച്ച് പാടുന്ന ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിന് പറ്റിയ ഇതൊന്നുമില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ അവരുടെയൊക്കെ ആഗ്രഹം നമ്മളൊക്കെ അതിൻ്റെ അകത്ത് കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകളാണ്. മലയാളികളാണെങ്കിലും കേട്ടോ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം ആഫ്രിക്കയിൽ പരിപാടിക്ക് പോയി, ആഫ്രിക്കൻ ഷോയിൽ. അത് എൻ്റെ പാട്ടുകൾ അവർ പ്രൊമോ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹിന്ദിക്കാർ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഹിന്ദിക്കാർ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നു. അവർ ആ പ്രോഗ്രാം കംപ്ലീറ്റ് കഴിയുന്നവർ ആ പ്രോഗ്രാം അവിടെ നിന്ന് കണ്ടു. അവരുടെ മലയാളി അസോസിയേഷൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു. ഞാനും എൻ്റെ കൂടെ വേറെ 2 സിംഗേഴ്സ് ഉണ്ടായി. ഞാൻ ഹിന്ദി പാടുന്നത് കണ്ടിട്ട് അവർ ഹിന്ദി സോങ്സും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവർ വന്നു. കംപ്ലീറ്റ്ലി നല്ല ഷോ ആയിരുന്നു. ഭയങ്കര രസമുള്ള പ്രോഗ്രാമായിരുന്നു. അല്ലാതെ നമ്മൾക്കാണെങ്കിൽ ഒരിക്കലും കാണാത്ത ഒരു മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കുക, അവരുടെ കൂടെ ഇരിക്കുക, അതൊക്കെ ഭയങ്കര ഒരു നല്ല പാട്ടൂടെ. ഏതെങ്കിലും ഫേവറേറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ? എനിക്കോ, എന്റെ പാട്ടുകൾ ഞാൻ നേരത്തെ പാടിയ ഇത് തന്നെ പാടാം. അതെ, ഞാൻ പാടിയത് ഷാറുഖ് ഖാന്റെ കൽഹോന പോലെ തന്നെ. चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से, ऐसा जो कोई कही है बस वो ही सबसे हंसी है, उस हाथ को तुम थाम लो वो मेहरबान कल हो न हो, हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो जो है समा कल हो न हो. നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അത്. ഞാൻ ബോളിവുഡ് സിംഗേഴ്സിന്റെ എല്ലാ സിംഗേഴ്സിന്റെ പാട്ട് പാടും. ഇപ്പൊ നമ്മള് കുമാരസാനു, ഉദിത് നാരായണന്റെ മാത്രമല്ല, എല്ലാ സിംഗേഴ്സിന്റെയും, ഇപ്പൊ സോണിയത്തിന്റെ ആയാലും അഭിജിത്തിന്റെ ആയാലും എല്ലാവരും, KK, അർജിത് സിംഗ്, എല്ലാവരും പാട്ട് പാടും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇവരുടെ 2 പാട്ട് ഏറ്റവും കൂടുതൽ പാടുന്നത്. അതാ പറഞ്ഞ നമ്മൾ ആ പാട്ടൊക്കെ പാടിപ്പോ ഇങ്ങനെ അയ്യോ ഭയങ്കര ഫീല്. ഞാൻ പറഞ്ഞേ, ഞാൻ ഹിന്ദി പാട്ടിൽ വളരെ കുറച്ച് കാണാതെ പഠിച്ച ഒരു പാട്ടുകളിൽ ഒന്നാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. तेरा मेरा रिश्ता है कैसा, एक पल दूर गवारा नहीं, तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी, कोई लम्हा मेरा न हो तेरे बिना, हर सांस पे नाम तेरा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो
चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो അയ്യോ എന്ത് രസാ. ശ്ശോ, എല്ലാം നല്ല നമ്മള് രസമുണ്ട് കുറെ കേട്ടോ. സോങ്സുകൾ അതുപോലെ നല്ല ഇപ്പൊ പുതിയ ജനറേഷൻ ആണെങ്കിലും കുറെ നല്ല സോങ്സുകൾ ഉണ്ട് ഇതുപോലെയുള്ള. ആഷിക്കിയിലെ പറയുമ്പോൾ പഴയ ആഷിക്കിയാണ്. പഴയ ആഷിക്കിയുടെ ഒരു പ്രത്യേകത അറിയോ? ഇല്ല. പാട്ടുകളോട് മാത്രം ഹിറ്റായിട്ടുള്ള മൂവിയാണ്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാസറ്റുകൾ വിറ്റുപോയ മൂവിയാണ് ആഷിക്കി. ആ, ആ. അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ടൊഴികെ എല്ലാ സോങ്സും കുമാർ സാനു പാടിയിരിക്കുന്നത്. ഓ, കുമാർ സാനുവിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നദീം ശ്രാവൺ മ്യൂസിക് ചെയ്തിട്ടുള്ള ഉം, ഇത് ഉം, എല്ലാം സൂപ്പർ ഹിറ്റ് സോങ്സുകളാണ്. ഉം. ഞാൻ മിക്കവാറും എല്ലാ സോങ്സും എല്ലാ ഷോയിലും പാടുന്ന അതിൻ്റെ അകത്തുള്ള പാട്ടുകൾ. അതിൽ കൂടുതൽ പാടുന്ന ഒരു സോങ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് मैं दुनिया भुला दूंगा तेरी चाहत में मैं दुनिया भुला दूंगा तेरी चाहत में ओ दुश्मन जमाना मुझे ना भुलाना मैं खुद को मिटा दूंगा तेरी चाहत में मैं दुनिया भुला दूंगा तेरी चाहत में तेरी चाहत में आहा तेरी चाहत में ഇത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കൂടെ എന്റെ മനസ്സിൽ ഓടിയത് എന്താണെന്നറിയോ? വാഷിംഗ് പൗഡർ അതെ, പഴയ പരസ്യങ്ങൾ. തീർച്ചയായിട്ടും അതെ അതെ. ഇതിനകത്ത് കുറെ ആളുകൾ ഇപ്പം ഈ പാടുമ്പോ എനിക്ക് ഗോവിന്ദയുടെ ഒരു കൂലി നമ്പർ 1 കുറേ സോങ്സ് ഉണ്ട്. അതെ അതെ ശരിയാ ശരിയാ. നമ്മളുടെ ഈ ഫ്രെയിമിലേക്ക് നമ്മുടെ മെമ്മറിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഫ്രെയിം വരും വരും വരും. അതെ അതെ. ഇപ്പൊ ഈ പറഞ്ഞ പരസ്യമൊക്കെ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് കണക്ട് ചെയ്ത് പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ വരും. കാര്യങ്ങളും. ഗോവിന്ദയുടെ ഒക്കെ പടത്തിലേക്ക് പാട്ടുകളൊക്കെ എന്ത് നല്ല പാട്ടുകളായിരുന്നു ആ സമയത്തൊക്കെ. എനിക്ക് ശരിക്കും പണ്ട് മുതൽ അനിൽ കപൂറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അനിൽ കപൂറിനോടായിരുന്നു ഏറ്റവും. ഷാറുഖ് ഖാനൊക്കെ എന്റെ സെക്കൻഡറി ആയിരുന്നു. ലൈക്ക് ഇഷ്ടമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അനിൽ കപൂർ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. നമ്മുടെ ചെറുതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അനിൽ കപൂറിന്റെയും ഗോവിന്ദയുടെയും മൂവീസ് ആണ്. അതെ അതെ. സമയത്ത് അവരാണല്ലോ താരങ്ങള്. ശേഷമാണ് പറഞ്ഞ പോലെ ഷാറുഖ് ഖാനും സൽമാൻ ഖാൻ അമീർ ഖാനൊക്കെ വരുന്ന പിന്നീട് നമ്മള് കണ്ടതൊക്കെ ആ ടൈം. എന്താണേലും എന്താ പറയാ, ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? ഇങ്ങനെ പാടി 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 എല്ലാ പാട്ട് പാടണം. ഇപ്പൊ പിന്നെ ഞാനിപ്പോ പുറത്ത് വിട്ടിട്ടില്ല സംഭവം. ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു എനിക്ക്. ബോളിവുഡ് ഡയറക്ടറെ ആള് വിളിച്ചു തന്നെ. പക്ഷെ ഞാനത് പുറത്ത് വിട്ടില്ല സംഭവം. അത് ഇറങ്ങോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും അത് ആൽബം സോങ് ആണ്. പക്ഷെ പുള്ളി ബോളിവുഡ് ഡയറക്ടറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ ഈ പറഞ്ഞ അന്നത്തെ സമയത്ത് ഹിന്ദി മൂവീസ് ചെയ്തേക്കുന്ന അക്ഷയ് കുമാറിനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മൂവി ചെയ്തേക്കുന്ന ഡയറക്ടറാണ്. അക്ഷയ് കുമാറിനെ വെച്ചിട്ട് ഹാ മേനെ പ്യാർ കിയ, അതുപോലെ തലാഷ്, അമീർ ഖാന്റെ മേള, അങ്ങനെയൊക്കെ ഉള്ള കുറെ പടങ്ങൾ ചെയ്ത ഡയറക്ടർ എന്നെ ഒരു ഇതുപോലെ വിളിച്ചു. അത് ഞാൻ സംഭവം പുറത്തു വിട്ടുള്ളൂ. അപ്പൊ സംഭവം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. എന്നെ പുള്ളി ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ ബോംബെ കൊണ്ടുപോയി. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി ശരിക്കും പാട്ട് ഉദിത് നാരായണന് വേണ്ടി വെച്ചിരുന്ന പാട്ടാണ്. അപ്പോൾ എൻ്റെ കാരണം ഞാൻ ഉദിത് നാരായണ ഇതൊക്കെ പാടുന്നത് കൊണ്ട്. അപ്പോൾ ഞാനിതുപോലെ മലേഷ്യയിൽ ഒരു 2 വർഷം മുമ്പ് ഒരു ഷോക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് വന്ന ഫോട്ടോഗ്രാഫർ ഒരു സനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒരു ഫേവറേറ്റ് സോങ്. അപ്പം ഇന്ന് എൻ്റെ അടുത്തൊരു ബ്ലൂടൂത്ത് മൈക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അഫ്സലെ റൂമിലിരിക്കുന്ന സമയത്താണ് പുള്ളിക്ക് വേണ്ടി ഒരു പാട്ട് പുള്ളിയുടെ ഫേവറേറ്റ് പാടുന്നു. ജാനം ദേഖ്ലോ പാടാൻ പറഞ്ഞു. ഷാറുഖ് ഖാൻ്റെ വീർ സാരല്ല സോങ്ങാണ്. അപ്പോൾ അത് വെറുതെ പാടി പുള്ളി എനിക്ക് അതിൻ്റെ വീഡിയോ പുള്ളി മൊബൈലിൽ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാനതപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോടുള്ള ഫൈസൽ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര എന്താ പറയുക, നമ്മളൊരു ബ്രദർ പോലെ തന്നെ ഉള്ള ഒരു ഇതാണ് ആൾ. അപ്പോൾ പുള്ളി ഇതുപോലെ ആ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ
ഈ സുനിൽ ദർശൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പുള്ളി അത്യാവശ്യം നല്ല എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിക്ക് സുനിൽ ദർശൻ സാറിൻ്റെ നമ്പർ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന്, കാരണം ഈ നദീം ശ്രാവൺ, കുമാർ സാറിൻ്റെ ഒക്കെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ ഫൈസൽ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ പുള്ളി ഇതുപോലെ എവിടെ നിന്നോ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുള്ളിയുടെ നമ്പർ കിട്ടി. അപ്പോൾ പുള്ളി മെസ്സേജ് സുനിൽ സാറിനെ വിട്ടപ്പോൾ പുള്ളി റിപ്ലൈ കൊടുത്തു. പുള്ളി സിമ്പിളാണ്, കുറച്ച് ഏജ് ആയിട്ടുള്ള ആളാണ്, പക്ഷേ ഭയങ്കര സിമ്പിളാണ് ആള്. അങ്ങനെ പുള്ളി ഈ ഫൈസൽക്കായിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പാട്ട് പുള്ളി സുനിൽ സാറിന് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഈ പുള്ളിയായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല കേട്ടോ, ഈ സുനിൽ സാറായിട്ട് കോണ്ടാക്ട് ഇല്ല. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ അന്ന് പുള്ളി ഇതുപോലെ പാട്ട് കേട്ടിട്ട് പുള്ളി ജസ്റ്റ് അത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് മെസ്സേജ് വിട്ടു. അപ്പം ഞാൻ ഇത് പുള്ളി എനിക്ക് മെസ്സേജ് വിട്ടു തിരിച്ചും അവസലെ പുള്ളി നല്ലതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിട്ടിരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ നമ്പർ എനിക്ക് ഫൈസൽക്ക് തന്നു. ഞാൻ താങ്ക് യു സാറിന് പറഞ്ഞ് പുള്ളിക്കൊരു എൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഒരു താങ്ക്സ് ഒക്കെ വിട്ട് പുള്ളി ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഇതായി. ആ പാട്ട് കൊടുത്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണെന്നുണ്ട് വീണ്ടും സുനിൽ സാർ ഈ ഫൈസൽക്ക് അടുത്ത് അന്ന് അയച്ച വീഡിയോ ഒന്നുകൂടി അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പാട്ട് ഇതാണ്. ജാനം ദേഖ് ലോ മിറ്റ് ഗയി ദൂരിയാ मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ कैसी सरहदें कैसी मजबूरियाँ मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ. ഈ സാധനം പുള്ളി വീണ്ടും ചോദിച്ചു. അപ്പോൾ ഫൈസൽക്ക് എൻ്റെ അടുത്ത് മെസ്സേജ്, അഫ്സലെ അന്ന് അയച്ച വീഡിയോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അയക്കാൻ സുനിൽ സാർ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അടുത്ത് വീണ്ടും അയച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കേട്ടോ പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട്, കോഴിക്കോട് കണ്ണൂരുള്ള നമ്മുടെ സുഹൃത്തുണ്ട്. അപ്പോൾ ലത്തീഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു ദിവസം എനിക്ക് വിളിച്ചേക്കണമെന്ന് പറഞ്ഞു, എന്നെ ഒരു 6-7 മണിയായപ്പോൾ വിളിച്ചേക്കണം വൈകിട്ട്. അഫ്സലെ സുനിൽ സാർ അഫ്സലെ ചോദിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ചോദിച്ചായിരുന്നു പുള്ളിയുടെ അടുത്ത്, നിങ്ങളുടെ ജൂനിയർ ഉദിത് നാരായണൻ ഒരാളുണ്ടായില്ലേ, ആളെവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത്. അപ്പോൾ ഇത് പുള്ളി മെസ്സേജ് വിട്ട ഉടനെ തന്നെ ഈ ലത്തീഫ് ഖാൻ എന്നെ വിളിക്കുകയാണ്. പുള്ളിയായിട്ട് കുറച്ചുകൂടി പേഴ്സണലി കോൺടാക്ട് ഉണ്ട്. ഈ ലത്തീഫ് ഭായിക്ക്, കണ്ണൂരുള്ള ലത്തീഫ് ഭായിക്ക് കുറച്ചുകൂടി കോൺടാക്ട് ഉണ്ട് ഈ സുനിൽ സാറായിട്ട്. പുള്ളിയെ ഡയറക്റ്റ് നേരിട്ട് ഓഫീസിലേക്ക് പോയി കണ്ടേക്കുന്ന. ഇതൊക്കെ നദീം ശ്രാവണിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. കുമാർ സാനും നദീം ശ്രാവൺ ആ സമയത്തുള്ള പാട്ടുകളുടെ ഭയങ്കര ഫാൻസാണ്. അപ്പോൾ ഈ ലത്തീഫ് ഭായി ഗവൺമെൻറ് എംപ്ലോയി എന്തോ ആണ്, ഈ കളക്ടറേറ്റിൽ എന്തോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അപ്പം തന്നെ വിളിച്ചു തന്നെ, അഫ്സലെ സുനിൽ സാറ് അഫ്സലിനെ അന്വേഷിക്കുന്നുണ്ട്, ബോംബെയിൽ ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ എന്നെ വിളിച്ചു പറയാം. അപ്പം തന്നെ എൻ്റെ കിളി പോയി. കാരണം നമ്മൾ ബോളിവുഡ് ഡയറക്ടറാണ്, അത്രയും ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഇതാണ്. പുള്ളിയുടെ സുനിൽ ദർശൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ മതി, കംപ്ലീറ്റ് ഹിറ്റ് പാട്ടുകളൊക്കെ കംപ്ലീറ്റ് ഹിറ്റ് സോങ്സാണ് പുള്ളിയുടെ മൂവീസിലാണ്. വ്യാഴാഴ്ച ഇവിടെ നിന്ന് ഞാൻ ചെന്നു. അപ്പോൾ എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കാം, ഒന്നും ₹1 എനിക്ക് ചിലവില്ല. ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ഇറങ്ങി. എൻ്റെ അടുത്ത് ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ടായിരുന്നു അഫ്സൽ ഒരു യൂബർ വിളിച്ച് പോരെന്ന് പറഞ്ഞു. യൂബർ വിളിച്ച് ചെന്ന് അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷനൊക്കെ തന്ന് പുള്ളിയുടെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് റൂം അറേഞ്ച് ചെയ്യണം, ഒരു ഹോട്ടൽ ഇതുണ്ട്. അങ്ങനെ ചെന്ന് റൂമിൽ നിന്ന് ഫ്രഷൊക്കെ ആയി ഇപ്പോൾ വിളിച്ചെന്നെ, സാറ് വന്നിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പാടില്ല, കാരണം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ അവസ്ഥ അല്ല. അപ്പോൾ ചെന്നപ്പോൾ തന്നെ പുള്ളിയുടെ കയറി ചെല്ലുമ്പോൾ തന്നെ പുള്ളിയുടെ ഫ്ലാറ്റിൽ കംപ്ലീറ്റ് പുള്ളിയുടെ മൂവീസിൻ്റെ പോസ്റ്റർ ഇങ്ങനെ വെച്ചേക്കാം. എൻ്റെ കിളി പോയി, എൻ്റെ പൊന്നോ. ഞാൻ ചെന്ന കഴിഞ്ഞാൽ പുള്ളി ഷെയ്ക്കാൻ്റെ അടുത്ത് പുള്ളി വന്ന് പുള്ളി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് നേരെ സംസാരിച്ചുകൊണ്ട് നേരെ പുള്ളിയുടെ ഓഫീസ് റൂമിലേക്ക് പോയി. കുറച്ചു നേരം അവിടെ പോയിരുന്ന് കാര്യങ്ങൾ സംസാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഭക്ഷണമൊക്കെ അറേഞ്ച് വെച്ചേക്കാം. പുള്ളി എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ച് പുള്ളിയുടെ അവിടെ തന്നെ എല്ലാം ഉണ്ട്. സ്റ്റാഫുകളും ഒരു 5-8 സ്റ്റാഫ് പുള്ളിക്ക് ഉണ്ട് അവിടെ ഓഫീസിൽ തന്നെ. കുക്കുണ്ട്. അപ്പോൾ ഓഫീസിൽ തന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം, അങ്ങനെ ഭക്ഷണമൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു. കുറച്ചു നേരം മുകളിൽ പോയിട്ട് നേരെ താഴെ വന്ന് ഭക്ഷണം പുള്ളി തന്നെ സെർവ് ചെയ്ത് തന്ന്. പുള്ളിയുടെ ഫ്രണ്ട് ഉണ്ടായി, ഞങ്ങൾ 3 പേരോട് ഇരുന്ന് കഴിക്കണേ. എന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ നേരെ പുള്ളിയുടെ ഓഫീസ് റൂമിലോട്ട് തന്നെ മുകളിലോട്ട് പോയി. അപ്പോൾ പുള്ളി കുറേ പുള്ളിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പഴയ മൂവീസിൻ്റെ കഥകളും ഇതൊക്കെ നമ്മുടെ അടുത്ത് പറയാം. ശരിക്കും നമ്മൾ ഭയങ്കര ഇതായി പോകും, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരാൾ നമ്മുടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നിട്ട് പുള്ളി ഒരു പേപ്പർ ഡ്രോയറിൽ നിന്ന് എടുത്തിട്ട് എന്നെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ എല്ലാവരും കൂടെ പാടിക്കാനുള്ള പാട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ ഇടുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പോൾ ഇത് പുള്ളി ഇങ്ങനെ എന്നെ കൂടെ പഠിപ്പിക്കുകയാണ്. ഞാൻ എന്ത് സംഭവം എനിക്ക് മനസ്സിലാവണില്ല, കാരണം ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ പോയിട്ട് പിറ്റേ ദിവസത്തെ ടിക്കറ്റ് റിട്ടേൺ എടുത്തേക്കാണ്. ഞാൻ ചെന്ന് ഉച്ചക്കാണ്, ഒരു 2-3 മണിയായപ്പോഴാണ് ഞാൻ പുള്ളിയുടെ ഓഫീസിലേക്ക് പോണേ. ലാസ്റ്റ് ഈ സാധനം കഴിഞ്ഞപ്പോൾ പുള്ളി ട്രാക്ക് ഇട്ട് എന്നെ പാട്ട് കേൾപ്പിക്കണം. അപ്പം ഞാൻ വിചാരിക്കണത് ഇനിയിപ്പോൾ നമ്മളിനി പഠിച്ചാൽ പോലും ഇനി എപ്പോഴെങ്കിലും പിന്നെ റെക്കോർഡിങ് ആയിരിക്കുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് നേരെ ഒരു 2 മണിക്കൂറായപ്പോൾ എന്നെ കൂടെ സ്റ്റുഡിയോയിലേക്ക് വീണ്.
എനിക്ക് മനസ്സിലാവുന്നത് എങ്ങടെ പോണേ, എന്തിനാ പോണേന്ന് അറിയില്ല. പുള്ളി തന്നെ കാറിൽ, പുള്ളിയും പുള്ളിയുടെ പി ഉണ്ട്, ഞാനും, ഞങ്ങൾ 3 പേരും കൂടി നേരെ പോയി അവിടെ റെക്കോർഡ് സ്റ്റുഡിയോ ചെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റെക്കോർഡിങ് എല്ലാം സെറ്റാക്കി. ഇത് ഡ്യുവറ്റ് സോങ്. ഇത് പാടിയിട്ടാണ് ആദ്യം പാടിക്കണത് പലക് മുച്ചലാണ്. ഈ ബോളിവുഡിലെ കുറേ സോങ്സുകൾ പാടിക്കണം, ആഷിഖിയിലൊക്കെ കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഇതൊക്കെ കേൾപ്പിച്ചിട്ടാണ് എനിക്ക് ഇതിൻ്റെ കൂടെയാണ് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യണേ. എൻ്റെ പൊന്നെ, ഇതാണെങ്കിൽ നമ്മളുടെ ജോണറിൽ പറ്റിയൊരു സോങ് അല്ല, കുറച്ച് ഹൈ ആണ്, നോർമൽ ഇതല്ല. ഇപ്പം ഞാനീ പാടുന്ന പോലത്തെ മെലഡി പോലത്തെ സോങ് അല്ല, ഇതൊരു പാട്രിയോട്ടിക് സ്റ്റൈലാണ്, എന്നാൽ ഒരു ലവ് സോങ് കൂടിയാണ്. അപ്പം ഇത് ആൽബമാണ്. ഒരു ഓഗസ്റ്റ് ആ ടൈമിലോ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ടാണെങ്കിൽ സ്റ്റുഡിയോയിൽ കയറി പാടാൻ പറഞ്ഞു. എൻ്റെ പൊന്നോ, എനിക്കിത് പാടിയ ഇത്രയും നല്ല ഹൈ, ചില സ്ഥലത്തൊക്കെ നല്ല ഹൈയാ പറഞ്ഞ സാധനം പാടിയിട്ട് അങ്ങോട്ട് എനിക്കും തൃപ്തിയാണുള്ള, പുള്ളിക്കും അങ്ങോട്ട് സെറ്റാവുള്ള. ലാസ്റ്റ് പാടി, കാരണം പാട്ട് ഇതായി പാടി. പിന്നെ ഈ പലക് മുച്ചലിന്റെ വോയിസ് ഇതിന് കറക്റ്റ് ആപ്റ്റില്ല. അത് പുള്ളി കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഈ പലക് മുച്ചലിന്റെ വോയിസ് കേൾക്കാൻ നല്ല രസമാണ്, നല്ല സ്വീറ്റ് വോയിസാണ്. അപ്പോൾ പുള്ളിയുടെ ഫേവറേറ്റ് സിംഗറാണ് പലക് മുച്ചൽ. അപ്പോൾ കുറേ സോങ്സ് ഒക്കെ ഒരു പാടിയേക്കണം. അങ്ങനെ ഈ റെക്കോർഡിങ് കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഇത് റിപ്പീറ്റ് ചില സ്ഥലത്തൊക്കെ പാടിയിട്ട് എനിക്ക് സെറ്റ് ആവണില്ല. റിപ്പീറ്റ് പാട്ടൊക്കെ പാടിച്ചു. എനിക്കും ത്രോട്ടൊക്കെ അറിയാണ്, കാരണം സ്റ്റുഡിയോയിലാകുമ്പോഴത്തേക്കും നമുക്ക് കുറേ സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടോണൊക്കെ മാറി. പുള്ളിക്കാണെങ്കിൽ ഒരു ഉദിത് നാരായണൻ്റെ ശൈലി പറയാൻ വേണം, കാരണം ഉദിത്തിൻ്റെ ഒരു സ്റ്റൈല് കേട്ടാണ് പുള്ളിനെ വിളിച്ചേക്കുന്നത്. ഇത് റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പോൾ എനിക്കും തൃപ്തിയാണുള്ള, കാരണം ഇത് ഓക്കെ ആവില്ല എന്നുള്ള മൈൻഡിൽ തന്നെ എല്ലാം കഴിഞ്ഞു. പുള്ളിയും പ്രത്യേകിച്ചൊന്നും പറയില്ല, ആരും ഒന്നും പറയില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഈ വോയിസ്, ഫീമെയിലിൻ്റെ വോയിസ് ഓക്കെ ആവാത്തതുകൊണ്ട് വേറൊരു ഫീമെയിലിനെ കൊണ്ട് ഓൾറെഡി പാടിച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവരുടെ വോയിസിൻ്റെ കൂടെ ഇങ്ങനെ കേൾപ്പിക്കണം. അപ്പോൾ ഈ ഇവരുടെ ഭയങ്കര ഹൈയല്ലേ നിൽക്കുന്ന ഈ വോയിസും എൻ്റെ കൂടി കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ ഇത് സെറ്റാവില്ല, ഇനി പുള്ളിക്ക് അത് ഓക്കെ ആവില്ല. അവരൊന്നും പറയണില്ല, പ്രത്യേകിച്ച് ഒന്നും പറയണില്ല ഇവർ. ലാസ്റ്റ് അത് കഴിഞ്ഞ് പോന്ന് പുള്ളി എന്നെ കൊണ്ട് നേരെ വണ്ടി കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ ചോദിച്ചാൽ എന്ത് ഭക്ഷണം വേണ്ടതെന്നൊക്കെ ചോദിക്കേണ്ടത്. എന്നിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചെന്ന്. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പുള്ളിയുടെ മൂവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തിരിച്ചുണ്ടെങ്കിൽ പുള്ളി പുതിയൊരു പടം ഷൂട്ടിങ്ങിന് വെച്ചേക്കാം. അന്താസ് എന്ന് പറഞ്ഞിട്ട് അക്ഷയ് കുമാറിന് വെച്ചിട്ട് പടം 2000 പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല സൂപ്പർ ഹിറ്റ് സോങ്സ് എല്ലാം കുമാർ സാനും ഒക്കെ പാടിയേക്കുന്നത്, നദീം സാറിൻ്റെ മ്യൂസിക്കൊക്കെ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഈ പടത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി സോങ്ങൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞു, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ പാട്ടൊക്കെ കംപ്ലീറ്റ് പാടിയേക്കുന്നത് പലക് മുച്ചൽ, ജാവേദ് അലി, അങ്ങനെയൊക്കെയുള്ള മുഹമ്മദ് ഇർഫാൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാം നല്ല അടിപൊളി സിംഗേഴ്സ്. പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് കിളി പോവും അമ്മാതിരി. അതും കുറേ വർഷങ്ങൾക്ക് ശേഷം നദീം സാറിന് മ്യൂസിക് ചെയ്തേക്കുന്നത്, ന്യൂജൻ ഒരു പാട്ട്. അങ്ങനെ പാട്ട് കേൾപ്പിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്ന് റൂമിലേക്ക് വന്ന്. ഇത് ഞാൻ പറഞ്ഞില്ലേ റെക്കോർഡിങ് പുള്ളി അതിനുശേഷം. അപ്പം ഇത് ഓക്കെ ആയില്ലേ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്ന് ഒരു ദിവസം പോലെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ കോൺടാക്റ്റും ചെയ്തില്ല പുള്ളിനെ. പുള്ളി തിരിച്ചെന്നെ പുള്ളിയും പുള്ളിയുടെ സ്റ്റാഫും കൂടി തന്നെ എയർപോർട്ടിൽ തിരിച്ചാക്കി തന്നെ. തിരിച്ചു പോകുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര ഇതായിട്ട്. ഒരു 4 ദിവസം കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയിട്ട് റെഡിയായി ഇറങ്ങാൻ നിൽക്കുക. ചോദിച്ചു അഫ്സലെ ഫ്രീ ആണോ ചോദിച്ചു. എൻ്റെ അടുത്ത് പുള്ളി വിളിച്ചുകൊണ്ട്, സാറേ ഫ്രീ ആണ്, റൂമിൽ ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കാണ്. വീഡിയോ കോളിൽ വിളിക്കാൻ പറഞ്ഞു. പുള്ളി ഈ സാധനം അതിന് മുമ്പ് എനിക്ക് പുള്ളി മെസ്സേജ് കിട്ടിയാണ്, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആ പാട്ട് ഫൈനൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മളുടെ പാട്ട് ഫൈനൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഇതിലാണ് പോണത്. അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് കിട്ടും, ഓൾറെഡി കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കിട്ടും. അത് സെറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി അത് വീഡിയോ കോളിൽ പാട്ട് ഓഡിയോ ജസ്റ്റ് കേൾപ്പിച്ചു. പക്ഷെ ക്ലിയർ ആയില്ല. പക്ഷെ നല്ല സോങ്ങാണ്, ഉഗ്ര സോങ്ങാണ്. അത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് നല്ല റീച്ചാണ്. കാരണം അതും അങ്ങനത്തെ ഒരു സോങ് ആയതുകൊണ്ട് എല്ലാവരും ഉള്ളിട്ട് എത്തും സംഭവം. പക്ഷെ ഞാനത് പുറത്ത് വിട്ടില്ല സംഭവം. ഇതുവരെ പുള്ളിയുടെ ഫോട്ടോ പോലും ഞാൻ കൂടെ പുറത്ത് വിട്ടില്ല. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം അത് നമുക്കത് ടൈമുണ്ട്, നമുക്കത് റിലീസ് ചെയ്യുന്ന ടൈമിൽ അവസരം അത് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കാം. ഞാൻ ഇതുവരെ ഫോട്ടോ പോലും ഇട്ടിട്ടില്ല പുള്ളിയുടെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പുള്ളി ഈ പാട്ട് ഇറങ്ങിയില്ലെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നെ പുള്ളി, ഞാൻ പറഞ്ഞില്ലേ പുള്ളി എന്നെ പേഴ്സണലി വിളിച്ചു, എന്നെ പുള്ളി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്ന് കൊണ്ടുപോയി പുള്ളിയുടെ ഓഫീസിൽ പോയി. പുള്ളിയായിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ ആ സാധനം പുറത്ത് മലയാളിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് കിട്ടി. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ
നമ്മൾ ചുമ്മാ ഒരു പാട്ട് കേട്ട് പഠിച്ച് പാടുന്ന സിംഗറാ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ പാടുന്നത് വൃത്തിയായിട്ട് പാടാൻ ശ്രമിക്കാറുണ്ടെന്നുള്ള ഒറ്റ ക്വാളിറ്റി മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, എന്താണേലും ഈ ഇന്റർവ്യൂ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്നവർക്ക് എന്താണേലും 90s നൊസ്റ്റു വരും, അത് ഡെഫിനറ്റ് ആണ്. അപ്പം വന്നതിൽ ഭയങ്കരധികം സന്തോഷം. താങ്ക് യു. ഒരുപാട് പാട്ട് പാടി അങ്ങോട്ട് നിർത്തിക്കൂ. അതെ അതെ. राह में उनसे मुलाकात हो गई, राह में उनसे मुलाकात हो गई, जिसे डरते थे वही बात हो गई, आहा हा 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 हा, आहा हा हा हा। राह में उनसे मुलाकात हो गई, राह में उनसे मुलाकात हो गई, जिसे डरते थे वही बात हो गई, आहा हा 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 हा, ला 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 ला, आहा हा 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 हा, ला 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 ला. ഉദിത് നാരായണനെ കാണാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഉദിത് നാരായൺ കുമാർ സാനും അതുപോലെ തന്നെ ഒരാളുണ്ട് ഷാറുഖ് ഖാൻ. Yeah. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇത്രേ ഉള്ളൂ, നമുക്ക് കാണാം, അവരുടെ കൂടെ പറ്റിയാൽ പേഴ്സണലി ഒരു രണ്ടുപേരും അവർക്ക് പാടിക്കൊടുക്കുന്ന ഒരു വീഡിയോ കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം. നടക്കും തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്ന കാര്യം നടക്കണം. കാരണം ഇപ്പോൾ ഇതുപോലെ കുമാർ സാറിനെ കാണാൻ ലക്കിലി നമുക്കൊരു ചാൻസ് വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നടക്കണം, നടക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും.